കരിപ്പൂരിൽ ഫ്ളാസ്കിനകത്തും മിക്സിക്കുള്ളിലും സ്വർണ്ണക്കടത്ത്. ഫ്ളാസ്കിനകത്ത് ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച സ്വർണവുമായി വളവന്നൂർ സ്വദേശി നാസിത്തിനെയാണ് എയർ കസ്റ്റംസ് പിടികൂടിയത്. ദുബായിൽ നിന്നും നാസിത്ത് മെർക്യൂറി പൂശിക്കൊണ്ടുവന്ന വെള്ളി നിറത്തിലുള്ള സ്വർണ്ണ ഷീറ്റുകളാണ് ഫ്ളാസ്കിന് അകത്ത് നിന്ന് കണ്ടെത്തിയത്. ഷീറ്റുകളിൽ നിന്ന് 64 ഗ്രാം തൂക്കമുള്ള സ്വർണം വേർതിരിച്ചെടുത്തു. ഈ സ്വർണത്തിന് മാർക്കറ്റിൽ ഏകദേശം 4 ലക്ഷം രൂപ വില വരും. അതേസമയം മിക്സിക്കുള്ളിലും മലാശയത്തിലും സ്വർണ്ണക്കടത്തും കരിപ്പൂരിൽ പിടികൂടി. മിക്സിയുടെ ഗ്രൈൻഡറിന്റെ കപ്പാസിറ്റർ കേസിനുള്ളിലാണ് 180 ഗ്രാം ഭാരമുള്ള സിലിണ്ടർ ആകൃതിയിലുള്ള സ്വർണം കടത്താൻ ശ്രമിച്ചത്. ദുബായിൽ നിന്ന് IX 346 വിമാനത്തിലെത്തിയ കാസർഗോഡ് തെക്കിൽ സ്വദേശി മുഹമ്മദ് ജവാദിൽ നിന്നാണ് ഇത്തരത്തിൽ കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കരിപ്പൂരിലെത്തിയ ഇയാളുടെ ബാഗുകൾ പരിശോധിച്ചപ്പോൾ ആദ്യം സംശയം തോന്നി. ഇതോടെ എക്സ്റേയിൽ സംശയാസ്പദമായ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ബാഗേജ് തുറന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് മിക്സർ ഗ്രൈൻഡറിന്റെ കപ്പാസിറ്റർ കേസിനുള്ളിൽ ഒളിപ്പിച്ച 180 ഗ്രാം സിലിണ്ടർ ആകൃതിയിലുള്ള സ്വർണ്ണ കഷ്ണം കണ്ടെടുത്തത്. 11 ലക്ഷം മൂല്യം വരുന്ന സ്വർണമാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. ഇയാൾക്ക് പുറമെ ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 57 ലക്ഷം രൂപയുടെ സ്വർണവുമായി മലപ്പുറം കുന്നപ്പള്ളി സ്വദേശി മുഹമ്മദ് അനീസ് മീമ്പടിയെയും കസ്റ്റംസ് പിടികൂടി. 983 ഗ്രാം തൂക്കത്തിൽ വരുന്ന സ്വർണം മിശ്രിതം ഇയാൾ ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുകയായിരുന്നു. റാസൽ ഖൈമയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് IX 332 വിമാനത്തിലെത്തിയ അനീസിനെ സംശയം തോന്നി ചോദ്യം ചെയ്യുകയായിരുന്നു. ആദ്യം സ്വർണം ഒളിപ്പിച്ചത് സമ്മതിക്കാതിരുന്ന പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്തത് പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ 983 ഗ്രാം തൂക്കമുള്ള 3 സ്വർണ്ണ ഗുളികകൾ കണ്ടെടുത്തത്.